റിനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ നല്ല കളറായിട്ടുള്ളൊരു ലൈമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ പീസ് പട്ട ഇഷ്ടമില്ലെങ്കിൽ ഏലക്കായ യൂസ് ചെയ്യുക, അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എത്രയാണോ പഞ്ചസാര എടുത്തത് അതേ അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ച് എടുക്കണം. ഇതിപ്പോൾ ഷുഗറൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് അനാർ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം അനാറുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് അടിച്ചെടുക്കണം. അനാറ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ അനാർ ജ്യൂസ് ഇവിടെ നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഇതുപോലെ ഞാനൊരു ഐസ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിലുള്ള ജ്യൂസൊക്കെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് ഐസാക്കി എടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് റാപ്പ് ചെയ്തിട്ടായിരുന്നു കേട്ടോ ഐസാക്കി എടുത്തിരുന്നത്. ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പാണിത്. ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഞാൻ 2 നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ നാരങ്ങ നീര് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു 3-4 ഗ്ലാസ്സിനുള്ള അളവിനാണ്. അപ്പോൾ അതിനനുസരിച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അളവൊന്ന് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഐസ് ഉണ്ടല്ലോ അത് ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ലൈം ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല കളറായിട്ടുള്ള ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്